ശ്രീ ടി പി ശ്രീനിവാസൻ ചേരുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷൻ. ശ്രീ ടി പി ശ്രീനിവാസൻ സാർ, സ്വാഗതം. വളരെ പെട്ടെന്ന് എങ്ങനെ കാണുന്നു ഡൊണാൾഡ് ട്രംപ് 2.0 രണ്ടാം വരവിലെ ട്രംപ്? ഭാരതത്തിന് അത് നൽകുന്ന പ്രതീക്ഷ എന്താണ്? സർ, ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ആക്കിയാൽ. തുടരാം. ശ്രീ ടി പി ശ്രീനിവാസൻ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് സത്യപ്രതിജ്ഞയ്ക്ക്. എന്താണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന് നൽകുന്ന പ്രതീക്ഷകൾ? ആശയും ആശങ്കയും എന്നായിരുന്നു എൻ്റെ ഇന്നത്തെ മാതൃഭൂമി ലേഖനത്തിന്റെ ഹെഡ്ലൈൻ. അത് തന്നെയാണ് ലോകം മുഴുവൻ. അത് ആശ കൂടുതൽ ചില രാജ്യങ്ങളിൽ, ആശങ്ക കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ. അപ്പൊ ഇന്ത്യ നോക്കുമ്പോൾ നമുക്ക് ആശയാണ് കൂടുതൽ ആശങ്കയെക്കാളും. കാരണം പല കാര്യങ്ങൾ കൊണ്ടും പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരായുള്ള നടപടികളൊന്നും എടുക്കുകയില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതിന്റെ പ്രധാന കാരണം ചൈന തന്നെയാണ്. കാരണം ചൈനയെ നിയന്ത്രിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ആവശ്യമുണ്ട്. അത് അദ്ദേഹം കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അദ്ദേഹം നമ്മളോട് കൂടുതൽ സഹകരിക്കാനുള്ളത്. പിന്നെ മറ്റു പ്രശ്നങ്ങളിലൊന്നും നമുക്ക് വലിയ കോൺട്രഡിക്ഷൻ ഇല്ല. ഇപ്പോ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ട്രേഡിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാം ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഹാർഡ് നെഗോഷിയേറ്ററാണ്, നമ്മളത് കണ്ടിട്ടുണ്ട് നേരത്തെ. പക്ഷെ എന്നാലും നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയില്ല എന്നും അദ്ദേഹത്തിന്റെ ഈ പ്രവചിക്കാനാവാത്ത ചില നിലപാടുകൾ ഇന്ത്യയുടെ ഭാവിയെ, ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും ഒരു വലിയ ഇന്ത്യ അമേരിക്ക സ്നേഹബന്ധം പെട്ടെന്ന് വളരുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പല പ്രശ്നങ്ങളും ഒരുപക്ഷെ ഉയർന്നു വന്നുവെന്ന് വരാം. പക്ഷെ എന്നാലും മറ്റു രാജ്യങ്ങളെക്കാളും ഇന്ത്യക്ക് ട്രംപിന്റെ വരവിൽ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. അത് നന്നായിട്ട് പോകും അടുത്ത 4 വർഷം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ശരി, ഡോക്ടർ ടി പി ശ്രീനിവാസൻ സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ സ്പെഷ്യൽ ഡിബേറ്റ് അതിൻ്റെ വൈൻഡപ്പിനുള്ള സമയമായിരിക്കുകയാണ്. തുടക്കം മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ പി ജെ വിൻസെന്റ്, ശ്രീ KVS ഹരിദാസ്, ഡോക്ടർ ജോസ് കുട്ടി, ശ്രീ ടി പി ശ്രീനിവാസൻ, ഒപ്പം ഞങ്ങളുടെ സ്വന്തം ഇന്റർനാഷണൽ നായകൻ ഐസൻ ജോസ്. വളരെയധികം നന്ദി. എവിടെയും പോകരുത്. ഇനിയുള്ള ഓരോ നിമിഷവും, ഓരോ മണിക്കൂറുകളിലും ട്രംപ് ഇനോഗ്രേഷൻ്റെ അപ്ഡേറ്റ്സ്, ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകുന്ന നിമിഷങ്ങൾ തത്സമയം വാഷിംഗ്ടൺ DC നിന്ന് ജനം TV പ്രേക്ഷകർക്കായി എത്തിക്കും.